തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ നാളെ മുതൽ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. മേഖലയിൽ പ്രശ്നപരിഹാരത്തിനായി അടിയന്തര നടപടികളും ദീർഘകാല പദ്ധതികളും നടപ്പിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അതിനിടെ ചർച്ചയ്ക്കായി അതിരപ്പള്ളിയിലെത്തിയ മന്ത്രിയും സംഘത്തെയും നട റോഡിൽ കാട്ടാന തടഞ്ഞു. അതിരപ്പള്ളി വാഴച്ചാൽ വനമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചർച്ചയ്ക്കെത്തിയ മന്ത്രിക്ക് മുന്നിലും കാട്ടാന എത്തി. ഇന്നലെ രാത്രി യാത്രാമധ്യേ വാഹനത്തിന് തടസ്സം സൃഷ്ടിച്ച് വഴിയിൽ നിന്ന് ആനയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്ന് തുരത്തിയതോടെയാണ് ഷിബു ബേബി ജോണിനും സംഘത്തിനും മുന്നോട്ടു പോകാനായത്. പ്രശ്നങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ട മന്ത്രി വെറ്റിലപ്പാറ വൈശ്ശേരിയിൽ ആനയുടെ ആക്രമണത്തിൽ മരിച്ച മോഹനന്റെ കുടുംബാംഗങ്ങളെ ഇന്ന് രാവിലെ വീട്ടിലെത്തി സന്ദർശിച്ചു. തുടർന്ന് സ്ഥിരമായി ആന കൃഷിനാശം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലെത്തി ജനങ്ങളുടെ ആശങ്കകൾ കേട്ടതിനു ശേഷമാണ് ചാലക്കുടിയിലെ യോഗത്തിൽ പങ്കെടുത്തത്. എന്താണേലും വളരെ സീരിയസ് ആയിട്ട് ഇവിടുത്തെ ഈ വിഷയം ഫസ്റ്റ് പ്രയോറിറ്റിയിൽ അഡ്രസ് ചെയ്യാനും ഈ പ്രദേശങ്ങളിൽ തന്നെ ആനയുടെ സ്ഥിരം സാന്നിധ്യമുണ്ട്. അന്നേരം ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും ഈ പ്രദേശത്ത് ഫോറസ്റ്റിൻ്റെ തെർമൽ ഇമേജിങ്ങുള്ള രാത്രി ഉപയോഗിക്കുന്ന ഡ്രോൺ ഇല്ല എന്ന് ഇന്ന് രാവിലെയാണ്. അതടക്കം അവൈലബിൾ ആക്കിയിട്ട് ഇവിടുത്തെ ആനയുടെ സാന്നിധ്യം ഈ സമയം കൊണ്ട് പഠിച്ച് ഇത് കാട്ടിലേക്ക് അയക്കാനുള്ള ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള ഇത് അങ്ങനെ ചെയ്യുക. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അതിരപ്പള്ളിയിലെ പ്രശ്നങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. വിഷയങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി അസിസ്റ്റന്റ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെ ചുമതലപ്പെടുത്തി സ്പെഷ്യൽ ഡ്രൈവിന് നിർദ്ദേശം നൽകിയതായും നാളെ മുതൽ ഡ്രൈവ് ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് രാത്രികാലങ്ങളിലും പരിശോധനകൾ നടത്തും. യോഗത്തിൽ ഉന്നയിക്കപ്പെട്ട ആശങ്കകൾ കേട്ടതായും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ശ്രീ സുനിൽകുമാർ എന്ന് പറയുന്ന ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ ആവശ്യത്തിന് റിസോഴ്സസോടുകൂടി മാൻ പവറും മറ്റ് എക്യുപ്മെന്റ്സും രാത്രിയിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സൈറ്റ് ചെയ്യാൻ അടക്കമുള്ളത് ഈ മേഖലയിലുള്ള ഇതിനകത്ത് വരുന്ന സ്ഥിരമായി വന്ന് ഇവിടെ നിൽക്കുന്ന ആനകളെ ഉൾക്കാടുകളിലേക്ക് അയക്കാനുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് നാളെ രാവിലെ മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് അതിനുള്ള ആൾക്കാരെ മൊബിലൈസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിൽ നിരന്തരം ശല്യമുണ്ടാക്കുന്ന കാട്ടാനകളെ കണ്ടെത്താനും സ്ഥലത്ത് നിന്ന് മാറ്റാനുമുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ചാലക്കുടി PWD റെസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ മന്ത്രി റോജി എം ജോൺ, ചാലക്കുടി MP ബെന്നി ബെഹനാൻ, MLA സനീഷ് കുമാർ ജോസഫ്, കളക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് മലയാളം, തൃശൂർ.